ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തത് 5 മാസങ്ങൾക്ക് മുന്നെയാണ്. എനിവേ നമ്മൾ ഇന്ന് തൊട്ട് റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം. അപ്പൊ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് AHA ആൻഡ് BHA നെ കുറിച്ചാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എനിക്കറിയാം. പക്ഷേ ചിലർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നിന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പിമ്പിൾസ് പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ പിമ്പിൾസ് മാറിയിട്ടേ ഇല്ലെന്ന് പറയുന്നത്. അതേപടി പിമ്പിൾസും സ്കാർസും എല്ലാം വന്ന് എന്റെ മുഖം ആകെ കുളവായി. അങ്ങനെയാണ് ഞാൻ സ്കിൻ കെയറിലേക്ക് ഇറങ്ങുന്നത്. സോ ദാറ്റ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവും, ബിഗിനേഴ്സ് എന്താണ് ഇത്രയും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ കറക്റ്റ് എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഫുള്ള് എന്തായാലും കണ്ടു നോക്കാം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ എന്താണ് AHA ആൻഡ് BHA. ഇത് എന്താണെന്ന് അറിയാതെ നമ്മൾ വാരി മുഖത്തിട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ്. എല്ലാത്തിനും അതിൻ്റെതായ മീൻസ് ഓരോ കൺസേൺസിനും ഓരോ കാര്യമുണ്ട്. നമ്മൾ തലവേദനക്ക് നമ്മൾ കൊണ്ടേ ചെവി വേദനയുടെ മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ മുഖത്തിന്റെ ഇഷ്യൂ. ഓരോന്നതിനും ഓരോ ആസിഡ്സ് ഉണ്ട്, അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പം എന്താണ് AHA BHA എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ട മെത്തേഡും പറഞ്ഞു തരും. അങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ആക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് AHA ആൻഡ് BHA എന്ന് നോക്കാം. AHA ആൻഡ് BHA എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആസിഡ്സ് ആണ്. അതായത് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. രണ്ടിൽ കൂടുതൽ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ മെയിൻലി രണ്ട് ഗ്രൂപ്പാണ് ഞാൻ പറയുന്നത്. ആ രണ്ട് ഗ്രൂപ്പുകളാണ് AHA ആൻഡ് BHA. മനസ്സിലായോ? ഇത് നമ്മൾ കോളേജിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ ഉണ്ടല്ലേ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മെത്തേഡ് ആയിരിക്കും. എനിക്കറിയില്ല ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാട്ടോ. എനിവേ അപ്പൊ AHA ആൻഡ് BHA നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ജസ്റ്റ് നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാവുന്ന ആസിഡ്സിനെയാണ് നമ്മൾ AHA ആൻഡ് BHA എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം? AHA ആൻഡ് BHA എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അതൊരു ഇഷ്യൂ ഇല്ലാതെ യൂസ് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ ഡാമേജ് ചെയ്യുള്ളൂ. അത് മറിച്ച് നന്നായിട്ട് യൂസ് ചെയ്താൽ സ്കിൻ ബ്രൈറ്റ് ആകാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഹെൽത്തി ആവാനും ഹെൽപ്ഫുള്ളും ആണ്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള ഒരു ധാരണയാണ് ഓയിലി സ്കിൻകാർക്കാണ് BHA കാറ്റഗറി, ഡ്രൈ സ്കിൻകാർക്കാണ് AHA കാറ്റഗറി. ഇത് പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് BHA ആണ്. പൊതുവായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാലിസിലിക് ആസിഡ് ഓയിലി സ്കിൻകാർക്കുള്ളതാണെന്ന്. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ പിമ്പിൾസ് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിമ്പിൾസ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, സാലിസിലിക് ആസിഡ് നമുക്ക് യൂസ് ചെയ്യാമോ? കാരണം എന്റെ സ്കിൻ ഡ്രൈ സ്കിൻ ആണ്. ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാനായിട്ട് ഭയങ്കര പാടായിരുന്നു. ഞാൻ കുറെ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് യൂസ് ചെയ്യാമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എനിക്ക് ആരും റിപ്ലൈ തന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും മെസ്സേജ് വരുമ്പോൾ നമ്മുടെ മെസ്സേജ് കാണണമെന്നില്ലല്ലോ. എനിവേ അപ്പൊ പൊതുവായിട്ടുള്ള ഒരു ധാരണയാണ് ഓയിലി സ്കിൻകാർക്കാണ് സാലിസിലിക് ആസിഡ്, അല്ലാത്ത ആസിഡ്സ് ആണ് ഡ്രൈ സ്കിൻ. അങ്ങനെ ഒരു പൊതുവെ ധാരണയുണ്ട്. ഈ ഒരു ധാരണ തന്നെ ഫസ്റ്റ് തെറ്റാണ്. നമുക്ക് AHA ആൻഡ് BHA യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ഈക്വലി യൂസ് ചെയ്യാം. പക്ഷേ മെത്തേഡ്സ് ഉണ്ട്. ഇത് നമ്മൾ വെറുതെ അല്ല യൂസ് ചെയ്യേണ്ടത്. ഓരോന്നിനും ഓരോ പ്രോപ്പർ റൂട്ടീൻ ഉണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആസിഡ്സ് ആണ് AHA കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞുതരാം. ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാൻഡലിക് ആസിഡ്. ഈ ആസിഡ്സ് ഒക്കെ AHA ഫാമിലിയിൽ വരുന്നതാണ്. BHA ഫാമിലിയിൽ ഞാൻ പറഞ്ഞതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു ആസിഡ് ആണ് സാലിസിലിക് ആസിഡ്. ഇതാണ് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി AHA ആസിഡ്സ് എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ ആണ്. BHA ആസിഡ് എന്ന് പറയുന്നത് ഓയിൽ സോളുബിൾ ആണ്. അതുകൊണ്ടാണ് BHA കൂടുതൽ നമ്മൾ പറയുന്നത് ഓയിലി സ്കിൻകാർക്കാണ്. ബിക്കോസ് സാലിസിലിക് ആസിഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ റിഡ്യൂസ് ആക്കാൻ വേണ്ടിയാണ് ഹെൽപ്പ് ആക്കുന്നത് കൂടുതലും. അതുകൊണ്ടാണ് നമ്മൾ സാലിസിലിക് ആസിഡ് നിങ്ങൾ ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഏതൊക്കെ സ്കിൻ കൺസേൺസിന് ഏതൊക്കെ ആസിഡ്സ് യൂസ് ചെയ്യണം നോക്കിയാലോ. ഞാൻ പൊതുവായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പം AHA ആണോ യൂസ് ചെയ്യേണ്ടത്, BHA ആണോ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്.
പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ചെയ്തിടാം കേട്ടോ. അപ്പം നമുക്ക് സ്കിന്നിൽ നിറച്ച് പിഗ്മെന്റഡ് ആണ്, ഡാർക്ക് സ്പോട്ട്, ഡൾ ആണ്, ടെക്സ്ചറൊക്കെ ഉള്ള ഒരു സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ടത് AHA കാറ്റഗറി ആണ്. അവിടെ നമ്മൾ BHA യൂസ് ചെയ്തിട്ട് കാര്യമില്ല. AHA കാറ്റഗറി യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും പിഗ്മെന്റേഷൻ ആണെങ്കിലും ഒക്കെ റിഡ്യൂസ് ആവത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ കൺസേൺസ് ഒക്കെ ഉണ്ട്, ബട്ട് എക്സസീവ് ആയിട്ടുള്ള ഓയിലും വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓയിലി സ്കിൻ ആണ്, പക്ഷേ ഈ പറയുന്ന ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ AHA മാത്രം യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ബിക്കോസ് അത്രയും ഓയിലുള്ള ഒരു സമയത്ത് AHAക്ക് മര്യാദക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, BHA കൂടി യൂസ് ചെയ്യണം. ഇവിടെയാണ് പോയിന്റ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു AHAയും BHAയും എങ്ങനെ ഒരുമിച്ച് യൂസ് ചെയ്യാം, അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, പ്ലസ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ആകെ മൊത്തം പാടുകളാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വേ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ആദ്യത്തെ മെത്തേഡ്, 3 മെത്തേഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം ഗൈസ്, നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള ഫോളോ ചെയ്തോളൂ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ സാലിസിലിക് ആസിഡിന്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. മുഖം കഴുകിയതിനു ശേഷം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് AHA BHA വരുന്ന ടോണർ, ഞാൻ എവിടെയെങ്കിലും ഇമേജസ് കൊടുക്കാട്ടോ, യുടെ ഒരു സെറമോ ടോണറോ നിങ്ങൾ യൂസ് ചെയ്ത് പിന്നെ മോയ്സ്ചറൈസർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ റുട്ടീൻ ക്ലോസപ്പ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതാണ്, വേറെ ഒന്നുമല്ല, രാവിലെ നിങ്ങൾ സാലിസിലിക് ആസിഡിന്റെ ഒരു ഫേസ് സെറം യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിന്റെ ഓയിൽനെസ് ഒരു ഡേ ഫുൾ ഡേ കൺട്രോൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ആക്കും. എന്നിട്ട് രാത്രി നിങ്ങൾ AHAയുടെ ഒരു സെറം യൂസ് ചെയ്യാം. അപ്പോൾ രാവിലെ BHA വന്നു, രാത്രി AHA വന്നു. പിന്നെ ഇത് ഒരിക്കലും എല്ലാ ദിവസവും ചെയ്യരുത്. ആഴ്ചയിൽ 2 തവണ, മാക്സിമം 3. ബിഗിനർ അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 തവണ യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ എക്സ്ഫോളിയേഷൻ നമ്മുടെ മുഖത്തിന് ആവശ്യമില്ല. സോ അതനുസരിച്ച് യൂസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് എൻ്റെ ഫേവറേറ്റ് മെത്തേഡ്. വേറൊന്നുമല്ല, AHA ആൻഡ് BHA ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ഉള്ള സെറംസ് അവൈലബിൾ ആണ്. ഞാൻ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിമലിസ്റ്റിന്റെ സെറംസ് ഒക്കെയാണ്, ഞാൻ ഇവിടെ കൊടുക്കാട്ടോ ഫോട്ടോസ്. അങ്ങനെ രണ്ടും കൂടിയുള്ള സെറം നിങ്ങൾ രാത്രി ഉപയോഗിക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 തവണ മാത്രം. അങ്ങനെ യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ കൺസേൺസ് ഒന്ന് ബാലൻസ്ഡ് ആവും. അതായത് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി BHA ഉണ്ട്, ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് AHA ഉണ്ട്. ഇങ്ങനെ വേണം നമ്മുടെ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പം അതായത് ഓയിലും കൺട്രോളായി, ഡാർക്ക് സ്പോട്ടും കൺട്രോളായി. അങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു ഗൈസ്, എല്ലാവരും പറയൂ. ടീച്ചേഴ്സ് ചോദിക്കുന്ന പോലെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, AHA BHA പറഞ്ഞു കഴിഞ്ഞു. ആർക്കൊക്കെ എന്തൊക്കെ കൺസേൺസിന് ഇത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് എങ്ങനെ യൂസ് ചെയ്ത് നിങ്ങളുടെ റുട്ടീനിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AHA ആൻഡ് BHA യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സ്കിന്നൊക്കെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് സ്കിൻ നല്ല ബ്രൈറ്റായി ഹെൽത്തി ആയിട്ട് വരുമ്പോൾ രാവിലെ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റും, മൊത്തം പോയില്ലേ. നമ്മുടെ സ്കിൻ ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തതല്ല, റിപ്പയർ ചെയ്ത കാര്യങ്ങളെല്ലാം ബാക്ക് ടു നോർമൽ ആവും. ഭയങ്കര മോശമാവും സ്കിൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ. നിങ്ങൾ എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടേ ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ, കാരണം അത്ര അത്യാവശ്യമാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്നത് 2% സാലിസിലിക് ആസിഡ് ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. എന്താണെങ്കിലും 2% ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം. 2% എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ്. എല്ലാ ദിവസവും യൂസ് ചെയ്തതുകൊണ്ട് യാതൊരു തരത്തിൽ ഇഷ്യൂ ഇല്ല. സാലിസിലിക് ആസിഡിന്റെ കാര്യമാണ് പറയുന്നത്. ഫേസ് വാഷ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യാം. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുതലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ, അതും ആദ്യം ബിഗിനർ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. 3 ദിവസം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ആഴ്ചയിൽ കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് ആവശ്യമുള്ള കാര്യങ്ങളല്ല. ലൈക്ക് നിങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ്, നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 3 months നിങ്ങൾ യൂസ് ചെയ്യാം. അതായത് ഒരു സെറം തീരാൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ 3 മാസം കൊണ്ട് ഒരു സെറം തീരും. സെറം ആണെങ്കിലും എന്താണെങ്കിലും ഒരു 3 months നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺ മാറിയോ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് തിരിച്ചു മീൻസ് കൺസേൺ മാറിയോ ഇല്ലേ നോക്കാം. മാറിയിട്ടില്ലെങ്കിൽ മാത്രം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. അല്ല നിങ്ങളെ മാറിയെങ്കിൽ പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ലൈഫ് ലോങ് നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സ് അല്ല. നിങ്ങളുടെ കൺസേൺ എപ്പോൾ മാറുന്നുവോ അപ്പം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ SPF
SPF മോയ്സ്ചറൈസറും. നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. അതുകൊണ്ട് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. ഇത്രയും കാര്യമാണ് നിങ്ങൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ AHA BHA നിങ്ങളുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയാണ്. സോ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. ഇതിലൂടെ നിങ്ങൾക്ക് എന്താണ് AHA ആൻഡ് BHA എന്ന് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതേപോലെ ഇനി എന്തെങ്കിലും വീഡിയോസിൻ്റെ റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണ് ഇതിൽ കൂടുതലും എനിക്കറിയാം. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.